ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, IT ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് മേഖലയിലുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെയധികം ഓപ്പർച്യൂണിറ്റി നൽകുന്ന ഒരു തസ്തികയാണ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതായത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ അധ്യാപകനാകുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു തസ്തികയുടെ പ്രധാനപ്പെട്ട ജോലി. ഒരു അധ്യാപന മേഖലയിൽ കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ജോലി നോക്കുന്നവർക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു തസ്തികകളിലൊന്നാണ്. മാത്രമല്ല ജോബ് സേഫ്റ്റി ഉണ്ട്, വളരെയധികം കംഫർട്ടബിൾ ആയിട്ട് ജോലി ചെയ്യാം, യാതൊരുവിധ പ്രഷറും ഉണ്ടാവില്ല തുടങ്ങിയ ധാരാളം ഫീച്ചേഴ്സും ഉണ്ട്. അപ്പം ഈ ഒരു എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ ഉടൻ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം PSCയുടെ പുതിയ പാറ്റേൺ അനുസരിച്ച് ഒരു എക്സാമിനേഷൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി 3 വർഷമാണ്. ഈ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിയുമ്പോൾ തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് വരിക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ളൊരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നെങ്കിൽ മാത്രമേ ഈ ഒരു സമയപരിധിക്കുള്ളിൽ അവർക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുപ്രകാരം ഈ ഒരു എക്സാമിനേഷൻ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ 2021 വരികയും DOE വരുന്നത് 2024 അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വർഷം മധ്യത്തോടുകൂടി നോട്ടിഫിക്കേഷൻ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. എങ്കിൽ മാത്രമേ ഇതിന്റെ റാങ്ക് കാലാവധി തീരുമ്പോൾ പുതിയ റാങ്ക് ലിസ്റ്റ് PSCക്ക് പകരം പബ്ലിഷ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഈ ഒരു എക്സാമിനേഷൻ ഒരു ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും കമ്പ്യൂട്ടർ സയൻസ് മേഖലയിലെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമിനേഷൻ ആണ്. കാരണം ധാരാളം ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു എക്സാമിനേഷൻ കൂടിയാണ്. കാരണം നല്ല നിലവാരമുള്ള ഉദ്യോഗാർത്ഥികളാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നതും ഇതിനുവേണ്ടി എഴുതാൻ വരുന്നതും. അപ്പോൾ അവരോടൊപ്പം മത്സരിച്ച് നമുക്ക് ജയിക്കണമെങ്കിൽ ഈ ഒരു എക്സാമിനേഷന്റെ കൃത്യമായിട്ടുള്ള റിസൾട്ട് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു എക്സാമിനേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇനിയുള്ള സമയങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് സിലബസ് കവർ ചെയ്യേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ പഠനം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെ തുടങ്ങിയ ധാരാളം പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ടാവും. ഇവയ്ക്ക് കൃത്യമായ ഒരു സൊല്യൂഷൻ തരത്തക്ക രീതിയിൽ ഏണസ്റ്റ് അക്കാഡമി നിങ്ങൾക്കായിട്ടൊരു സൗജന്യ വെബിനാർ കണ്ടക്ട് ചെയ്യുകയാണ്. ഈ വരുന്ന മാർച്ച് 9 വൈകുന്നേരം 8 മണിക്കാണ് നമ്മൾ ഈ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വെബിനാറിൽ പ്രധാനമായിട്ടും PSCയുടെ മാറിയ പാറ്റേൺ, നമുക്കറിയാം PSC അടിമുടി മാറിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ തരത്തിലുള്ള എക്സാമിനേഷനിലും ചോദ്യങ്ങളുടെ നിലവാരം മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചോദ്യങ്ങളുടെ രീതി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ പഠിക്കേണ്ടുന്ന രീതിയും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിന് ആനുപാതികമായിട്ട് നമ്മൾ ഇതിലേക്ക് പഠനം മാറ്റേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വെബിനാറിൽ പ്രധാനമായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് നിങ്ങൾ എപ്പോൾ പഠിച്ചു തുടങ്ങണം, ഏത് രീതിയിൽ പഠിച്ചു തുടങ്ങണം, ഇപ്പോഴത്തെ PSCയെ ഓവർകം ചെയ്യണമെങ്കിൽ നിലവിൽ ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന പോലെ പഠിച്ചാൽ മതിയോ എന്നുള്ളതിന് കൃത്യമായ മറുപടിയാണ്. അതുപോലെ തന്നെ UGC നെറ്റ് കമ്പ്യൂട്ടർ സയൻസ് പോലുള്ള എക്സാമിനേഷനിൽ വരുന്ന ചോദ്യങ്ങളെ ഏതൊക്കെ രീതിയിലായിരിക്കും PSCയിലേക്ക് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ആ ഒരു ഉയർന്ന തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ ഒരു എക്സാമിനേഷനെ അപ്രോച്ച് ചെയ്യണം. അതിനൊക്കെയുള്ള കൃത്യമായ ഒരു സൊല്യൂഷനാണ് നമ്മൾ ഈ വെബിനാറിലൂടെ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. അതുകൊണ്ട് മറക്കാതെ നിങ്ങൾ നേരിട്ട് പങ്കെടുക്കാൻ ശ്രമിക്കണം. കാരണം ഒരു വീഡിയോ പിന്നീട് കാണുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ദൂരീകരിക്കാൻ ഒരു അവസരം നിങ്ങൾക്ക് എന്തുണ്ടാവില്ല, ആ ഒരു വീഡിയോയിൽ നിന്നുണ്ടാവില്ല. പക്ഷേ വെബിനാറിൽ നേരിട്ട് പങ്കെടുക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് നേരിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, നിങ്ങളുടെ സംശയങ്ങൾ നേരിട്ട് ചോദിക്കാം. അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സംശയത്തിന് ദൂരീകരണം ഉണ്ടാക്കാനുള്ള ഒരു അവസരം കൂടിയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു വെബിനാറിൽ നേരിട്ട് പങ്കെടുക്കണമെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഈ ഒരു വെബിനാറിൽ നിങ്ങൾക്ക് നേരിട്ട് പങ്കെടുക്കണമെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇങ്ങനെ നിങ്ങൾ നേരിട്ട് ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിന്റെ ഒരു ഔട്ട്ലൈൻ കിട്ടുകയും പഠനം കൃത്യമായ രീതിയിൽ തുടങ്ങാൻ കഴിയുകയും ചെയ്യും. ഇനിയുള്ള ഒരു ചെറിയ സമയം, വലിയ സമയം എന്ന് പറയാൻ നമുക്ക് കിട്ടില്ല, ചെറിയ സമയം കൃത്യമായി യൂട്ടിലൈസ് ചെയ്താൽ ഈ ഒരു എക്സാമിനേഷന് ആദ്യത്തെ റാങ്ക് ലിസ്റ്റിൽ തന്നെ ഉൾപ്പെടാൻ കഴിയും. നമുക്കറിയാം 28 പേരുടെ മെയിൻ ലിസ്റ്റ് വരികയും അതിൽ നിന്ന് 20 പേർക്ക് നിയമനം കിട്ടുകയും ചെയ്തൊരു തസ്തികയാണിത്. മാത്രമല്ല ചിലപ്പോൾ മെയിൻ ലിസ്റ്റിലെ മുഴുവൻ ആൾക്കാർക്ക് നിയമനം കിട്ടാനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഇത്തരത്തിലുള്ള പുതിയ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്കും അതിനൊരു നല്ല സേഫ്റ്റി ഉള്ള പൊസിഷൻ കിട്ടാൻ ഇത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ മറക്കണ്ട, നേരിട്ട് തന്നെ ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കുക. അതുപോലെ തന്നെ ഇതിന്റെ കോഴ്സ് ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. ഈ കോഴ്സിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഈ കോഴ്സിനെ പറ്റി അറിയണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ മറക്കണ്ട, എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.